തിരുവചനം മാറ്റിവെക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ അനീഷ് പാസ്റ്റർ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണല്ലോ. തനിക്ക് മുന്നോട്ടുള്ള സമയം തിരുവചന ശുശ്രൂഷയ്ക്കായി തന്നെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈ ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ പ്രഭാത സായാഹ്ന മീറ്റിങ്ങിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ക്ലോക്ക് അടിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പുതിയതായിട്ട് ഈ പ്രയർ ലൈനിലേക്ക് വന്ന ആ സഹോദരി കെസിയെ ഈ പ്രയർ ലൈനിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് ഈ പ്രയർ ഉണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മൾ മുടങ്ങാതെ ഇത് നടക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം ഇവാഞ്ചലിസ്റ്റ് ശങ്കരൻ ജോൺ പോളിനെയും ഈ മീറ്റിങ്ങിൽ ഇന്ന് കാണുന്നുണ്ട്. കർത്താവിൻ്റെ ദാസന് കാലിനുമൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് കുറച്ച് നാളായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ കർത്താവിന് പൂർണ്ണ സൗഖ്യം നൽകി എന്ന് കാണുന്നതിൽ സന്തോഷം. ജോസി സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ അനുഷ്പാസനം വേണ്ട സൗഖ്യമൊക്കെ കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. വളരെ സന്തോഷം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്കൊരു ചെറിയ പനിയായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ പൂർണ്ണമായി വിടുതൽ കർത്താവ് നൽകി സൗഖ്യത്തോടെ ആയിരിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ പ്രയർ ലൈനിൽ നമ്മൾ വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലെങ്കിലും പതിവായിട്ട് നമ്മൾ ഒരുമിച്ച് വന്ന ഒരു കുടുംബം പോലെ ഈ പ്രയർ ലൈൻ ഒരു പ്രാർത്ഥനാ സംഗമമായിട്ട് ആയിരിക്കുന്നതിനാണ് കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. തീർച്ചയായിട്ടും ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ, ഐക്യമത്യത്തോടുകൂടിയുള്ള പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. കർത്താവ് പറഞ്ഞത് ഒരു വളരെ മിനിമം കാര്യമാണ്. നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് എൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകുമെന്നുള്ളൊരു വാഗ്ദാനമാണ്. എത്ര മിനിമമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 2 പേരെ ഐക്യമത്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ് ഉള്ള കാര്യമാണെന്ന് കർത്താവിന് തന്നെ അറിയാമായിരിക്കാം. ഏതായാലും നമ്മൾ ഐക്യമത്യമുള്ളവരായി സന്തോഷമുള്ളവരായി നമുക്ക് ആയിരിക്കാം. കർത്താവ് എത്ര മാത്രം നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് ചില മതങ്ങളിലൊക്കെ അറിയാം എത്രമാത്രം കാഠിന്യമുള്ള നിയമങ്ങളും ഒക്കെയാണ് പാലിക്കേണ്ടത്. എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത് മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടി. എന്നാൽ കർത്താവിനെ പറഞ്ഞു എൻ്റെ നുകം ലഘുവോ ആയിട്ടുള്ളൊരു നുകമാണ്. എത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല അത് ചെയ്യാനായിട്ടുള്ള ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവ് നമ്മുടെ മേൽ പകരുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാവിലെ ഉള്ള ഈ മീറ്റിങ്ങിന് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് സുനിൽ പാസ്റ്ററാണ് നേതൃത്വം നൽകുന്ന. കർത്താവിൻ്റെ ദാസൻ നൽകുന്ന ഈ നേതൃത്വത്തിന് നമ്മളെല്ലാവരും കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ ധാരാളമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന് പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും നമുക്കറിയാം വളരെ മാരകമായൊരു രോഗമൊക്കെ ഉണ്ടായി. എന്നാൽ കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകി. എന്നാൽ അതിൻ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ കർത്താവിൻ്റെ ദാസൻ ഈ പ്രയർ ലൈനിന് വെള്ളിയാഴ്ച രാവിലെ നേതൃത്വം നൽകുന്നു. കർത്താവ് ധാരാളമായിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി തുടർന്നും ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ചുരുക്കമായിട്ടുള്ള തിരുവചന ധ്യാനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യവും അതുപോലെ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യവുമാണ്. ഞാൻ ആ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഈ ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച ഇവിടെ അമേരിക്കയിലല്ല ലോകമെമ്പാടും ഉണ്ടായിരിക്കാം, ഫാദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ മാസം ഒരു ദിവസം മദേഴ്സ് ഡേ ആയിട്ട് ആചരിച്ചു. ഈ ഞായറാഴ്ച ജൂൺ മാസം 3-ാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അത് ഒരു 100 വർഷം മുമ്പ് മുതൽ തുടങ്ങിയ ഒരു ആചരണമാണ്. എന്നാൽ 1972 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ് അത് ഒരു ഒഫീഷ്യൽ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് അമേരിക്കയുടെ ഒഫീഷ്യൽ ഡേ ആയിട്ട് ഫാദേഴ്സ് ഡേ ജൂണിലെ 3-ാമത്തെ ഞായറാഴ്ച പ്രഖ്യാപിച്ചു. അങ്ങനെ ഫാദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും
ഇവിടെ എന്താ ഫാദേഴ്സ് ഡേ അല്ലാത്ത ദിവസമൊന്നും ഫാദേഴ്സ് ഡേ അല്ലേ? ഇവിടെ പ്രായമായ മാതാപിതാക്കളെ നേഴ്സിംഗ് ഹോമിൽ കൊണ്ടാക്കിയിട്ട് അവർ വല്ലപ്പോഴും സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പോയി കാണും. നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിൽ മാതാപിതാക്കൾ നമ്മുടെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അല്ല അവരെ വേറിട്ട് ഇപ്പോഴ് ഇവിടുത്തെ അമേരിക്കയിലെ സംവിധാനങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ത്യയിലും വൃദ്ധസദനവും അതുപോലൊക്കെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ആ, ആ, എന്നാൽ നമ്മുടെ കൾച്ചർ എനിക്കറിയാം. എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ആ, എത്രമാത്രം അവരെല്ലാം അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അനുസരിച്ച് പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതുപോലെ മാതാപിതാക്കൾ അവർ പ്രായമായി വയ്യാതാകുമ്പോൾ ഇനി അവരെ കൊണ്ട് ഗുണമില്ല മാറ്റിക്കളയാന്നുള്ളതല്ല, അങ്ങനെയാണല്ലോ. എന്നാൽ ഇവിടെ ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ വരികയും സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ കൂടുതൽ ആയിത്തീരുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ വാല്യൂ സിസ്റ്റത്തിലെ മൂല്യ വ്യവസ്ഥയിൽ തന്നെ വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഫാദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുമ്പോൾ ആ ഒരു പിതാവ് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ട് ചിന്തിക്കണം എന്നാഗ്രഹിച്ചാണ് ഞാൻ ഈ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത്. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മത്തായി 1:24. അത് യോസഫിനെ കുറിച്ചാണ്. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്ത് ഭാര്യയെ ചേർത്തുകൊണ്ടു. 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം യേശുവിനെ കുറിച്ചാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിങ്ങൾക്ക് നൽകിയ പ്രാർത്ഥനയുടെ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് കർത്താവ് ഈ പ്രയർ ലൈനിൽ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഇത് മുടങ്ങാതെ നടക്കുന്നതിന് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് ഈ പ്രയർ ലൈനിൽ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് ചെയ്യുന്ന എല്ലാവർക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയിട്ടൊക്കെ ആചരിക്കുമ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനും അവരെ ആയിരിക്കുന്ന രീതിയിൽ കർത്താവിൻ്റെ ദാനമാണെന്നുള്ള വലിയ ആഴമായിട്ടുള്ള ബോധ്യത്തോടുകൂടെ അവർക്ക് മാതൃകകളായിട്ടൊക്കെ ഇരിക്കുന്നതിനും മാതാപിതാക്കളെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് എല്ലാത്തിലും ഉപരി ഞങ്ങളെ സ്നേഹിക്കുന്നവരായ സ്വർഗസ്ഥ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നതിനും ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിനും ഞങ്ങളെ ഇന്നും അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടെ എൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ഇന്നത്തെ ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ശക്തമായി വന്ന് അത് അനേകം ഫലം കായ്ക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് യോസഫിനെ കുറിച്ചാണല്ലോ. യേശുവിൻ്റെ ലോകത്തിലെ പിതാവായിരുന്ന മറിയയുടെ ഭർത്താവായിരുന്ന യോസഫിനെ കുറിച്ച്. യോസഫിനെ കുറിച്ച് അധികം നമ്മൾ കാണുന്നില്ല. വളരെ ചുരുക്കമായി മാത്രമേ യോസഫിനെ കുറിച്ച് ഉള്ള പരാമർശങ്ങൾ സുവിശേഷങ്ങളിലുള്ളൂ. എന്നാൽ ആ ഉള്ള പരാമർശങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന യോസഫ് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പുരുഷനായിരുന്നു എന്നുള്ളതാണ്. വളരെ ഒരു മാതൃകാ ഭർത്താവായിരുന്നു, അതുപോലെ തന്നെ ഒരു മാതൃകാ പിതാവായിരുന്നു. യോസഫിൻ്റെ നമ്മൾ അനുകരിക്കാൻ കൊള്ളാവുന്ന 1-2 ഗുണങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ട് ചിന്തിക്കണമെന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. യോസഫിനെ കുറിച്ച് അധികം കേൾക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം വേദപഠിതാക്കൾ പറയുന്ന അദ്ദേഹം യേശുവിന് 12 വയസ്സുള്ളപ്പോൾ നമുക്കറിയാം യോസഫ് മറിയയും യേശുവിനെയും അവരെ ഒരുമിച്ച് യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിന് പോയി. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം 12 വയസ്സുള്ളപ്പോൾ യോസഫ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് യോസഫ് അകാല ചരമം അടഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. യേശുവിനെ ക്രൂശിക്കപ്പെട്ട സമയത്ത് അതിനു മുമ്പ് തന്നെ യോസഫ് മരിച്ചു പോയിരുന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ആയപ്പോഴേക്കും അതിനു മുമ്പ് തന്നെ യോസഫ് നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്നും യോസഫിനെ കുറിച്ചുള്ള പരാമർശം കാണുന്നില്ലല്ലോ. യേശുവിൻ്റെ ആ പരസ്യ ശുശ്രൂഷയിൽ യേശുവിനെ കാണുന്നതിന് വേണ്ടി മറിയയും സഹോദരന്മാരും വന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നിൻ്റെ മാതാവും
സഹോദരന്മാരും തന്നെ നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ യോസഫ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ആ കുരിശിൻ്റെ ചുവട്ടിൽ അവിടെ ഒന്നും ആ സംഭവങ്ങളിലൊന്നും യോസഫിനെ കുറിച്ച് പരാമർശനമില്ല. അതുകൊണ്ട് ന്യായമായും നമുക്ക് ചിന്തിക്കാവുന്ന അദ്ദേഹം അപ്പോഴത്തേക്ക് മരിച്ചു പോയിരുന്നു, അതുകൊണ്ടായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ യോസഫിനെ കുറിച്ച് നമ്മൾ ഈ സുവിശേഷങ്ങളിൽ കാണുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത് എത്ര വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു യോസഫ് എന്നാണ്. മറിയയോട് തൻ്റെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ മക്കളോട് വളരെ വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം ആ ആ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആ സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ളതാണല്ലോ. ആ മറിയ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പ്രഗ്നൻ്റ് ആയി എന്നൊക്കെ അറിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ നമുക്കറിയാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എത്രമാത്രം കോപാകുലനായി ആ സ്ത്രീക്ക് എന്തെല്ലാം അപമാനം വരുത്താൻ സാധിക്കുമോ അതാണ് ചെയ്യാനായിട്ട്. ഇന്നാണെങ്കിൽ ഫേസ്ബുക്കിലിടും, അല്ലെങ്കിൽ വാട്സാപ്പിലിടും, എവിടെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിടും, എന്തെല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കറിയാം അന്നത്തെ സാഹചര്യത്തിൽ മറിയയെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാൽ വിവാഹത്തിന് മുമ്പ് അങ്ങനെ കന്യകയായ ഒരു സ്ത്രീ ഗർഭിണിയായി എന്നറിഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം അവർ പാലിക്കുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ യോസഫിനറിയാം അങ്ങനെ അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ മറിയയ്ക്കൊരു അപമാനം വരാതെ രഹസ്യമായിട്ട് തനിക്ക് എത്രമാത്രം നിരാശയായിരിക്കാം യോസഫിനുണ്ടായെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കറിയാം അവിടെ വിവാഹം കഴിക്കുന്നതിന് ഒരു വർഷം മുമ്പേ ഇങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ നടത്തി പിന്നീട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. വിവാഹ നിശ്ചയം നടത്തി കഴിഞ്ഞാൽ പിന്നെ അവർ മാറത്തില്ല. നമ്മുടെ അവിടെ ആണെങ്കിൽ വിവാഹ നിശ്ചയം നമുക്കറിയാം, നമ്മൾ പറയാം ഓ പെണ്ണ് കാണാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് വരാമെന്ന് പറയും. ആ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് അവർ വിളിച്ചു പറയും ഞങ്ങൾ വരുന്നില്ല കേട്ടോ എന്ന് വിളിച്ചു പറയും. എത്രമാത്രം നിരാശയായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എന്നാൽ ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ കൾച്ചറിൽ അങ്ങനെയല്ല, അതിനേക്കാളും വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ യോസഫ് അങ്ങനെ വിവാഹിതനാകാനായിട്ടൊക്കെ ഇങ്ങനെ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് ആറ്റുനോറ്റിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ട് എത്രമാത്രം നിരാശന ആകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പെണ്ണിനെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു, സാധനങ്ങളും ഒക്കെ മേടിച്ചു, എല്ലാം മേടിച്ച് അതിനുവേണ്ടി എല്ലാം വൃത്തിയാക്കിയിരിക്കുമ്പോൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം നിരാശയാണ്, എത്രമാത്രം ഒരു ഡിസ്കറേജ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പെൺകുട്ടി വിചാരിക്കും എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും, അല്ലെ എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കാണും, അല്ലെ ആൺകുട്ടികളാണെങ്കിലും ചിന്തിക്കും അവരെന്താ വരുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ ജോലിയെക്കുറിച്ച് അറിഞ്ഞു കാണും, അല്ലെ ജോലി കൊള്ളത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കാണും. അങ്ങനെയൊക്കെ പറയാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ യോസഫിന് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായതെങ്കിലും യോസഫ് അത് ക്ഷമിച്ച് എത്ര തന്മയത്വത്തോടുകൂടി, എത്ര മര്യാദയോടുകൂടെ, എത്ര ഒരു ജെന്റിൽമാൻ ആയിട്ടാണ് യോസഫ് അവിടെ പെരുമാറിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഞാൻ പറഞ്ഞു മക്കളോട് ഉള്ള ഫെയ്ത്ത്ഫുൾനെസ്. നമുക്കറിയാം അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവർ എല്ലാ വർഷവും ചില പെരുന്നാളുകൾക്കൊക്കെ പോകണം. യെരുശലേമിലാണ് പോകേണ്ടത്. എത്ര ദൂരമാണെങ്കിലും യെരുശലേമിലെ ആ പെരുന്നാളിന് വേണ്ടി 2-3 ദിവസമൊക്കെ നടന്ന് മറിയയും ഭാര്യയെയും മോനെയും ഒക്കെ അതിനുള്ള ചെലവുകളും ഒക്കെ വഹിച്ച് യോസഫ് അതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ത്യാഗം സഹിച്ച യോസഫ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നീ ഇവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകുക, മിസ്രൈമിലേക്ക് പോകുക, ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഹെരോദ രാജാവ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ തിടുക്കത്തോടുകൂടെ ആരോടും പറയാനോ ആരോടും യാത്ര ചോദിക്കാനോ ഒന്നും ഒരു അവസരം കിട്ടി കാണത്തില്ല. ഒരുപക്ഷെ ആ രാത്രിയിൽ തന്നെ ആയിരിക്കാം. നമുക്കറിയാം ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് എന്തെല്ലാം സംവിധാനങ്ങളും എന്തെല്ലാം അതും വേറൊരു രാജ്യത്തേക്ക് പോയി താമസിക്കാനാണെങ്കിൽ എത്രയോ തയ്യാറെടുപ്പുകൾ അതിനാവശ്യമാണ്. എന്നാൽ ആ സാഹചര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി യോസഫ് പെട്ടെന്ന് ഒരുപക്ഷെ ആ രാത്രിയിൽ തന്നെയാണെന്ന് തോന്നുന്നു ആ മകനെയും കൊണ്ട് ഭാര്യയെയും കൊണ്ട് ആ വിദൂരമായ ഈജിപ്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തൻ്റെ കുടുംബത്തിനു വേണ്ടി
എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും അതെല്ലാം സഹിച്ച് ആ, മുന്നോട്ട് പോകുന്ന ഒരു മാതൃകാ പിതാവിനെയാണ് നമുക്ക് യോസഫിൽ അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം, ആ, ആ, ഇന്നത്തെ പിതാക്കന്മാരൊക്കെ ആവുന്നിടത്തോളം തൻ്റെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയൊക്കെ എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ തന്നെയും അല്ലാത്തവരെയും നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും. ഉത്തരവാദിത്തങ്ങളില്ലാതെ എങ്ങനെയും പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടെയുള്ള ആണെങ്കിൽ തന്നെ എത്രയോ കുട്ടികളാണ് പിതാക്കന്മാരില്ലാതെ ഇരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് പിള്ളേരുണ്ടായി കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോവുക, പിന്നെ അപ്പനില്ലാതെയാണ് പിള്ളേർ വളരുന്നത്. ഈ അമേരിക്കയിൽ ഏറ്റവും വലിയൊരു അപകടമാണ്. ധാരാളം ക്രിമിനൽസ് ഉണ്ടാകുന്നതിൻ്റെ ഈ ധാരാളം പേരെ സീരിയൽ കില്ലേഴ്സ്, നമുക്കറിയാം. ചിലർ എന്ന ആളുകളെ അങ്ങ് അനേകം പേരെ കൊന്നുകളയുന്ന ആളുകൾ, അല്ലെങ്കിൽ ബോംബ് വെച്ച് കൊല്ലുന്ന, അല്ല അതുപോലുള്ള വലിയ ക്രിമിനൽസായി തീരുന്ന ആളുകൾ, അവരുടെ ചരിത്രം ചെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? അവർക്ക് വളരെ അബ്യൂസീവായിട്ടുള്ള ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് പിതാവില്ലായിരുന്നു, പിതാവ് വിട്ടുപോയി, പിതാവില്ലാതെ വളർന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ അബ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് അവരിങ്ങനെ വലിയൊരു ക്രിമിനലായിട്ട് സമൂഹത്തോടാകമാനം വിദ്വേഷമുള്ളവരായിട്ട് വളർന്നതെന്നൊക്കെ നമുക്ക് അതൊക്കെ നമ്മൾ ഇന്ന് എപ്പോഴും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു പിതാവ് ഇല്ലാതെ വളരുന്ന മക്കൾക്ക്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അവർക്ക് മാനസികമായിട്ടുള്ളൊരു വളർച്ച, പൂർണ്ണമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മനഃശാസ്ത്രജ്ഞന്മാർ വളരെ ശക്തമായി ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒരു ഒരു അഡൽട്ട് മെയിൽ ഫിഗർ ഇല്ലാതെ, ഒരു പുരുഷൻ കുടുംബത്തിലില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ഫ്യൂച്ചറിൽ, അവരുടെ ഭാവിയിൽ അവർ വളർന്നു വരുമ്പോൾ, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പിതാവ്, സ്നേഹിക്കുന്നവനായ ഒരു പിതാവ് ഇല്ല, മാതൃക കാണിക്കാൻ ഒരു പിതാവ് ഇല്ലെങ്കിൽ അവർ വളർന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ടാൽ പിതാവ് സ്നേഹം കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് അവർ അതിലേക്ക് അങ്ങ് ആകർഷിക്കപ്പെടും. അവർക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള വിശദീകരണമൊന്നുമില്ല. പക്ഷെ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അഭിവാഞ്ച മൂലം പെട്ടെന്ന് അവർ ഒരു പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പിതാവിൻ്റെ സ്നേഹം കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. യോസഫ് തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും അകമഴിഞ്ഞ് സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് വളരെ വിശ്വസ്തനായ, അതുപോലെ തന്നെ കുടുംബത്തോട് മാത്രമല്ല, ഈ കുടുംബത്തോട് വിശ്വസ്തനാകുന്നതിന് മുമ്പ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. എത്രമാത്രം യോസഫ് വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് തൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായപ്പോൾ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു അനുഭവം ഉണ്ടായപ്പോൾ ആ ദൈവദൂതൻ പറയാണ്, യോസഫേ, നീ മറ്റൊന്നും ചിന്തിക്കാതെ മറിയെ നിൻ്റെ സ്വന്തം ഭാര്യയായിട്ട് ചേർത്ത് കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുകയാണല്ലോ. സാധാരണ രീതിയിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ യോസഫ് ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരു മാതൃക പിന്തുടരാനായിട്ട്, വിശ്വസ്തരായിട്ടിരിക്കാനായിട്ട്, ദൈവത്തോട്, ഭാര്യയോട്, കുട്ടികളോട്, മറ്റുള്ളവരോട് വിശ്വസ്തനായിട്ട് ഇരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ യോസഫിൽ കാണുന്ന ഒരു വലിയ ഗുണമാണ് സെൽഫ് സാക്രിഫൈസ്, സ്വയം സമർപ്പണം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുവാനുള്ള ഒരു മനോഭാവം. ഞാൻ പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ യോസഫിന് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരിക്കും. പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവം തന്നോട് പറഞ്ഞതായിട്ടുള്ള കാര്യം യോസഫ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ആ രാത്രിയിൽ തന്നെ മിസ്രൈമിലേക്ക് യോസഫ് ഭാര്യയും കുഞ്ഞുമായിട്ട് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പലായനം ചെയ്തു പോവുകയാണ്. തന്നെയുമല്ല, അവിടെ ചെന്ന് ആ വിദേശ രാജ്യത്ത് ആ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ യോസഫ് അവിടെ 1-2 വർഷം അവിടെ താമസിക്കുകയാണ്. 2-3 വർഷമായിരിക്കും അവിടെ താമസിച്ചത്. തനിക്ക് എന്തോ ജോലി കിട്ടിക്കാണുമെന്നും നമുക്ക് അറിയില്ല. എന്നാൽ അങ്ങനെയുള്ള ആ പ്രതികൂലത്തിൻ്റെയൊക്കെ മധ്യത്തിലും തൻ്റെ കുടുംബത്തിന് വേണ്ടി യോസഫ് ത്യാഗം സഹിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ചില കുടുംബങ്ങൾ ഇവിടെയൊക്കെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും, അവരുടെ
അവരുടെ ജോലിക്ക് വേണ്ടി കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടുപോയി ദൂരെയൊക്കെ പോയി താമസിച്ച്, അല്ലെങ്കിൽ കൂടെ താമസിച്ചാൽ തന്നെ ജോലിയിൽ അങ്ങ് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുടുംബത്തിന് വേണ്ടി സമയം ഇല്ലാത്ത അനേകം പിതാക്കന്മാരെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവാൻ കഴിയാത്ത പിതാക്കന്മാർ. അതുകൊണ്ട് അവരുടെ കുടുംബമൊക്കെ ശിഥിലമായി പോകുന്നു. അവർക്ക് ജോലിയിലൊക്കെ വലിയ ഉന്നമനമൊക്കെ കിട്ടും, പക്ഷേ അവരുടെ കുടുംബങ്ങളൊക്കെ ശിഥിലമായി പോകുന്ന കാഴ്ച നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും. ഞാൻ കുറേ നാൾ മുമ്പ് ഇതിനകത്ത് വായിച്ചു, ഗൂഗിളിലോ മറ്റോ ഇങ്ങനെ വായിക്കരുത്, നാട്ടിലാണെന്ന് തോന്നുന്നു, ഒരു വ്യക്തി ഇങ്ങനെ അത് ഒരു IT പേഴ്സണലാണെന്ന് തോന്നുന്നു, ആ കമ്പനിയിൽ ഇങ്ങനെ ഉയർന്നു വരാനായിട്ട് താൻ അശ്രാന്ത പരിശ്രമം ചെയ്യുകയാണ്. തനിക്ക് കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ അദ്ദേഹം ഒരു ഉയർന്ന ജോലിയിലേക്ക് വരികയാണ്. ഉയർന്ന പ്രൊമോഷനൊക്കെ കിട്ടി. അപ്പോൾ നമുക്കറിയാം, നാട്ടിലാണെങ്കിൽ ഈ നാട്ടിലെ IT കമ്പനികളൊക്കെ ഇവിടെ വിദേശത്തുള്ള കോൺട്രാക്റ്റുകളാണല്ലോ ചെയ്യുന്നത്, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ. അപ്പം അദ്ദേഹം അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഈ രാത്രിയാകുമ്പോൾ ഇന്ത്യയിൽ പകലാണ്, അല്ല ഇന്ത്യയിൽ പകൽ അദ്ദേഹം ജോലി ചെയ്യണം. പിന്നീട് അമേരിക്കയിലും യൂറോപ്പിലും പകലാകുമ്പോൾ ഇന്ത്യയിൽ രാത്രിയാണ്. അപ്പോഴും അദ്ദേഹത്തിന് ആ മീറ്റിങ്ങുകളിലൊക്കെ കയറണം. അപ്പോൾ രാത്രിയിലും ജോലിയാണ്. അങ്ങനെയൊക്കെ അദ്ദേഹം ജോലി ചെയ്ത് ഒരു വലിയ ആ കമ്പനിയുടെ ആ തലപ്പത്തേക്ക് വന്ന് 1 കോടി രൂപ ഒരു വർഷം ശമ്പളം കിട്ടുന്ന പോലെ ഒക്കെയുള്ള ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവാഹമോചനത്തിനുള്ള നോട്ടീസും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം പറയാണ്, ഞാൻ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്നിങ്ങനെ എഴുതുന്നതായിട്ട് ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ എന്തിനാണ് മൂല്യം കൊടുക്കുന്നത്? കുടുംബ മൂല്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? നമ്മൾ ജീവിക്കുന്നതിന് സമ്പത്ത് ആവശ്യമാണ്, പക്ഷേ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് പ്രിഫറൻസ് കൊടുക്കുന്ന, ഇല്ല ആ ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ അതിനകത്ത് പ്രൊമോഷൻ കിട്ടിയാൽ വേണ്ട, അതിനേക്കാളും നല്ലത് ഞാൻ ഈ കുടുംബത്തോടുകൂടെ കുറച്ചുകൂടെ സമയം, എൻ്റെ മക്കൾക്ക് കുറച്ചുകൂടെ സമയം കൊടുക്കുന്ന ഈ ജോലി മതി, സാലറി കുറഞ്ഞാലും സാരമില്ല എന്ന് പറയുന്ന ചുരുക്കം ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രിഫറൻസ്, വാട്ട് ഈസ് ദ പ്രിഫറൻസ്? നമ്മൾ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? നമുക്ക് സമയം, നമ്മുടെ സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. പണം ചിലപ്പോൾ ഉണ്ടാക്കാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ സാഹചര്യങ്ങളും നമുക്ക് ഒരിക്കൽ കിട്ടിയ സമയവും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സാഹചര്യങ്ങളെ പുനഃസൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ കുടുംബത്തെ സ്നേഹിക്കുക, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ വ്യക്തികളെ സ്നേഹിക്കുക. ആ സാഹചര്യങ്ങളിൽ പൂർണ്ണമായിട്ട് എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? ദൈവസ്നേഹത്തിനും മൂല്യങ്ങൾക്കുമാണോ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യോസഫ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ദീർഘകാലമുള്ള ഒരു ജീവിതമൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെ തൻ്റെ ചുരുങ്ങിയ ആ ജീവിതത്തിൽ ഒരു മാതൃകാ ഭർത്താവായിട്ട്, ഒരു മാതൃകാ പിതാവായിട്ട് ഇരിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ തൻ്റെ സ്വന്തം ആഗ്രഹങ്ങളെയൊക്കെ അരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിനു വേണ്ടി താൻ ത്യാഗം സഹിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മൂന്നാമതായിട്ട് യോസഫിൽ കാണുന്നത്, ഹി വാസ് എ റോൾ മോഡൽ, ഒരു മാതൃകയായിരുന്നു. നമുക്കറിയാം, യോസഫ് ഒരു തച്ചനായിരുന്നു, ഒരു ആശാരിയായിരുന്നു. അതുകൊണ്ട് യേശുവിനെ തൻ്റെ ജോലിയൊക്കെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്കറിയാം, ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ലോകത്തിലേക്ക് ഏറ്റവും ശക്തനായ വ്യക്തി പിതാവാണ്. തീരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പിതാവിന് കഴിയാത്തതായിട്ടൊന്നും വിളിച്ചാൽ നമ്മൾ കൊച്ചായിട്ടിരിക്കുമ്പോൾ പിതാവിനെ കണ്ടാൽ തന്നെ വലിയ ഒരു മനുഷ്യൻ, ഒത്തിരി ശക്തിയുള്ളൊരു മനുഷ്യൻ. അതുകൊണ്ട് ആ ഒരു കൊച്ചുകുട്ടി വിചാരിക്കുന്നത് എന്തോ, എൻ്റെ പിതാവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പിതാവ്, സ്നേഹിക്കുന്ന ഒരു പിതാവ് ആ മോനെ ഉയരത്തിലിരിക്കുകയാണെങ്കിൽ മോനെ ഇങ്ങോട്ട് ചാടിക്കുമെന്ന് പറഞ്ഞ് കൈ കാണിച്ചാൽ ചാടും. എന്നാൽ നമ്മൾ പ്രായമായി കഴിഞ്ഞ് പിതാവ് ചാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചാടിയില്ലെന്ന് വരും. എന്നാൽ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ പിതാവിന് ലോകത്തിലെല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ യോസഫ് തൻ്റെ വരുമാനമാർഗത്തിനുള്ള കാര്യങ്ങൾ, അല്ല തൻ്റെ ജീവിതത്തിൽ വിജയിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ മകനെ പഠിപ്പിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കർത്താവിനെക്കുറിച്ച് പറയുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മാതൃകയുള്ള മക്കളായിട്ട് നമുക്കറിയാം,
നമ്മളൊക്കെ നമ്മളിൽ പലരും വളർന്നത് ഏഹ് വളരെ നമ്മളൊക്കെ കുട്ടികളായിട്ടിരുന്നത് 30-40 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഒരുപക്ഷെ എത്ര 70-80-100 വർഷം മുമ്പൊക്കെ ജനിച്ച ആളുകളാണ്. അവരൊക്കെ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തങ്ങളായിരുന്നു. അതുകൊണ്ട് അവർ നമ്മളോട് പെരുമാറിയത് ഇന്ന് പിതാക്കന്മാർ മക്കളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കുകയില്ല. പക്ഷേ അന്ന് അവര് ഇന്ന് പെരുമാറുന്ന പോലെ വളരെ പരിഷ്കൃതമായ രീതിയിൽ, വളരെ മനഃശാസ്ത്രപരമായ രീതിയിലൊന്നും ആയിരിക്കത്തില്ല അവർ പെരുമാറിയത്. പക്ഷേ അവർക്ക് ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ പിതാവൊക്കെ ആണെങ്കിൽ സ്നേഹമൊന്നും കാണിക്കത്തില്ല. ഭയങ്കര ദേഷ്യമായിട്ടും ഭയങ്കര രോഷത്തോടു കൂടിയൊക്കെയാണ് ചിലപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ അവരുടെ വിചാരം എന്താണ്? അവരുടെ വിചാരം സ്നേഹം കാണിച്ചാൽ പിള്ളേരങ്ങ് പിഴച്ചു പോകും. അതുകൊണ്ട് സ്നേഹമൊക്കെ ഉള്ളിൽ വെച്ചിട്ട് വലിയ വാശിയും ദേഷ്യവും ഒക്കെ കാണിച്ച് വലിയ കോപത്തോടു കൂടിയൊക്കെ പെരുമാറുക. അപ്പോൾ അവരുടെ കാര്യം ഇങ്ങനെ പെരുമാറിയാലേ പിള്ളേർ ശരിയാകത്തുള്ളൂ എന്നാണ്. പക്ഷേ എത്രയോ അങ്ങനെയൊക്കെ കോപത്തോടു കൂടെയും ദേഷ്യത്തോടുകൂടെ ഒക്കെ പെരുമാറി നമ്മൾ ഭയപ്പെട്ടും നമ്മൾ ധൈര്യമില്ലാത്തവരായും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവരായിട്ടും ഒക്കെ വളർന്ന് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് എനിക്കറിയാം, എൻ്റെ ബ്രദേഴ്സിൻ്റെ പിള്ളേരൊക്കെ ആണെങ്കിൽ അവരോട് കൂട്ടുകാരെ പോലെയൊക്കെയാണ് പെരുമാറുന്നത്. എൻ്റെ പിതാവിൻ്റെയൊക്കെ അടുത്താണെങ്കിൽ എനിക്ക് സമാധാനത്തോടുകൂടെ ഒരു കാര്യം പറയാൻ പോലും പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ പേടിച്ചാൽ നിൽക്കുന്ന ചെറുപ്പത്തില്ല. കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. എന്നാലും ഇന്ന് പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇന്ന് മാതാപിതാക്കളുടെ അടുത്ത് സ്നേഹിതരെ പോലെ പെരുമാറുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അവർക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർക്ക് അവരുടെ മാതാപിതാക്കളോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ അപകടങ്ങളിൽ പെടാതെ ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരോട് എന്ന് പറഞ്ഞ് അവർക്ക് കിട്ടുന്ന ഉപദേശം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ധൈര്യമുള്ളവരായിട്ട് നമ്മളൊരു മാതൃകപരമായിട്ട് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ മാതൃകയായിട്ട് നമ്മൾ അവർക്ക് വലിയ ഉപദേശമൊക്കെ കൊടുക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, ഞാൻ ചെയ്യുന്നത് നോക്കണേ, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി. അത് പക്ഷേ കുട്ടികളുടെ അടുത്ത് അത്ര വില പോകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുന്നത് കേൾക്കുകയല്ല, മാതാപിതാക്കൾ ചെയ്യുന്നതാണ് കുട്ടികൾ കാണുകയും അത് പിന്തുടരുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 6 മക്കളായിരുന്നു, 6 ആൺമക്കളായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് നമ്മുടെ പഴയ തലമുറയിൽ ആൺമക്കളെയൊക്കെ ആണല്ലോ ആളുകൾ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. കുട്ടികളുണ്ടാകുമ്പോൾ ആൺകുട്ടി ഉണ്ടാകണം. ഇന്ന് പക്ഷേ നമുക്കറിയാം, ആൺകുട്ടികളെക്കാളും കൂടുതൽ പഠിക്കുന്നതും സ്മാർട്ടായിട്ട് വരുന്നതും പെൺകുട്ടികളാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്നിട്ട് സംസാരിക്കും, അല്ലെ കൂട്ടുകാരൊക്കെ വരും, ചോദിക്കും, എടി ഓമനെ നിനക്ക് എത്ര മക്കളാണ്? എനിക്ക് 6 മക്കളാ. എത്ര പെണ്ണുണ്ട്? പെൺപിള്ളേരൊന്നുമില്ല, 6 ആൺപിള്ളേരാ. അപ്പോൾ ആ കൂട്ടുകാരി പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ നീ എന്തൊരു ഭാഗ്യവതിയാ, 6 ആൺപിള്ളേർ. ഈശോ, ഇനി അവരെല്ലാം വളർന്നു വരുമ്പോൾ ഓരോരുത്തരും എൻ്റെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ചു പറിച്ചു കളയുമല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ നിന്നും എത്ര വിദൂരമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളോട് സ്നേഹമുള്ളവരായിട്ട്, അവരെ ആദരിക്കുന്നവരായിട്ട്, വേദപുസ്തകത്തിൽ ഉടനീളം അതാണല്ലോ പറയുന്നത്, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്കായിരിക്കാം. ഞാൻ ഈ പ്രസംഗത്തിൻ്റെ പകുതിയോളമേ ആയിട്ടുള്ളൂ, പക്ഷേ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ 2ാമത്തെ വാക്യം ഞാൻ വായിച്ചത്, ദൈവം പറയാണ്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ പിതാവും പുത്രനും തമ്മിലുള്ള ഏറ്റവും വലിയൊരു മാതൃകാപരമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ കാണുന്നത് കർത്താവിലും സ്വർഗസ്ഥനായ പിതാവിലുമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം, എപ്പോഴും കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അമ്മയും സഹോദരന്മാരും ഒക്കെ വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ പിതാവൊക്കെ വന്ന് ചോദിക്കുക, നീ എന്താ ഞങ്ങളെ മറന്നുപോയോ, എന്താ ഞങ്ങളുടെ കൂടെ വരാൻ? ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? എപ്പോഴും എല്ലാ സമയത്തും പിതാവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിലാണ് കർത്താവ്. നമുക്കറിയാം, ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പുള്ള
ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ആ പിതാവുമായിട്ടുള്ള എത്ര വലിയ ബന്ധത്തിലാണ് കർത്താവ് ഇരിക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ നേരിടാനായിട്ട് പിതാവിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുവാനായിട്ടാണ്. അതുപോലെ തന്നെ ആ സ്വർഗസ്ഥനായ പിതാവ് എപ്പോഴും പ്രസന്റ്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഹി വാസ് ഓൾവേസ് പ്രസന്റ്. എപ്പോഴും ആ സാന്നിധ്യം കർത്താവ് അനുഭവിച്ചിരുന്നെന്ന് ഉള്ളതാണ്. എപ്പോഴും ആ സാന്നിധ്യം അനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ശതമാനത്തിനും ഒരു പിതാവിൻ്റെ സാന്നിധ്യമില്ല. എന്നാൽ കർത്താവ് ആ സ്വർഗസ്ഥ പിതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചു. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം, സുവിശേഷങ്ങളിൽ കർത്താവ് പറയുന്നത് എൻ്റെ പിതാവ്, ആ സുവിശേഷങ്ങളിൽ എൻ്റെ പിതാവെന്ന് 53 പ്രാവശ്യം ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എൻ്റെ പിതാവ് എന്നെ കാണിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ, എൻ്റെ പിതാവ് ഇന്ന് വരെയും എന്നെ കാണിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് പറയുന്നുണ്ട് നമ്മുടെ പിതാവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെ പിന്നീട് മൂന്നാമത് അത് 21 പ്രാവശ്യം പറയുന്നുണ്ട് നമ്മുടെ പിതാവ്. പിന്നീട് മൂന്നാമതായിട്ട് പറയുന്നത് നിങ്ങളുടെ പിതാവ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായ ദൈവം. അതുകൊണ്ട് ആ ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മുടെ സ്വന്തം പിതാവാണ്. അതാണ് കർത്താവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിലും എഫേസർക്കെഴുതിയ ലേഖനത്തിലൊക്കെ പറയാണ്, നിങ്ങളെ ക്രിസ്തുവിൽ അവൻ സ്വന്തം മക്കളായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്, സ്വന്തം മക്കളാണ്. നമുക്കറിയാം, ഇവിടെ പിള്ളേരെ ദത്തെടുത്ത് കഴിഞ്ഞാൽ സ്വന്തം പിള്ളേരായിട്ടാണ്. പിന്നെ ആ ദത്തെടുത്ത പിള്ളേരാണെന്നോ അല്ലെ സ്റ്റെപ്പ് ഫാദർ ആണെന്നോ രണ്ടാനച്ഛനാണെന്നോ ഒന്നും പറയത്തില്ല, സ്വന്തം മോനാന്നേ പറയത്തുള്ളൂ. ദൈവം അങ്ങനെ നമ്മളെ സ്വന്തം മക്കളാ, ക്രിസ്തുവിലൂടെ നമ്മളെ സ്വന്തം മക്കളാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, ആ ഒരു ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയണോ. ആ സ്വർഗസ്ഥ പിതാവ്, നമുക്കറിയാം പഴയ നിയമത്തിൽ ആകമാനം ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് ദൈവം ആണ്, എന്നാൽ തന്നെ നമ്മൾ അതിലുപരിയായിട്ട് നമ്മുടെ സ്വർഗസ്ഥ പിതാവെന്ന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ ദൈവമേ നല്ല ഒരു പ്രാർത്ഥനയല്ല, സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. എത്ര ശക്തമായിട്ടുള്ള, എത്ര വലിയൊരു കാഴ്ചപ്പാടാണ്. നമ്മളെ പാപികളും ദോഷികളുമായ നമ്മളെ സ്വന്തം മക്കളായിട്ട്, സ്വർഗസ്ഥ പിതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് നമ്മളെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗ്ഗമൊക്കെ, നിങ്ങൾ സ്വന്തം മക്കളാണ്, അല്ലാതെ ചെറിയ ആളുകളല്ല, നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ മക്കളാണ്. അതുകൊണ്ട് ഈ ഫാദേഴ്സ് ഡേ ആയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ മക്കളായിട്ട് നമുക്ക് ആയിരിക്കാം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ, നമുക്കറിയാം ആ ദൈവാത്മാവുള്ളവർ മാത്രമേ ദൈവത്തിൻ്റെ മക്കളായിട്ട് ഇരിക്കുന്നുള്ളൂ. ആ ദൈവേഷ്ടം ചെയ്യുന്നവർ മാത്രമേ ദൈവത്തിൻ്റെ മക്കളായിട്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദൈവേഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായിട്ട് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് ആയിരിക്കാം. കർത്താവ് തൻ്റെ ആത്മാവ് മൂലം അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ജോൺ പാസ്റ്റർ ഒന്നും കേൾക്കുന്നില്ലല്ലോ. പാസ്റ്റർ ജോബിൻ. ഞാനിവിടെ ഉണ്ട്.